അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന ചെടികൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മൾ കോവൽ പടർത്തി കേട്ടോ. നമ്മുടെ പന്തലാ, കോവലിന്റെ പന്തല്. ഇതിന് മുന്നേക്ക് ഇഷ്ടംപോലെ കോവൽ പറിക്കുന്നു. കോവലിന്റെ വീഡിയോ നമ്മൾ കുറെ ചെയ്താണ്. ഇപ്പൊ കുറച്ച് ഇലകളൊക്കെ പോയി ഇപ്പൊ വീണ്ടും പുതിയ ഇതുപോലെ തളിരില അങ്ങനെ പുതിയത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പന്തൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മൾ ചട്ടിയിലെ കുറെ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒരു നല്ലൊരു തണുപ്പാട്ടോ, നല്ല വെയിലുണ്ട്. എന്നാൽ ഇതിന്റെ അടിയിൽ വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചമുണ്ട്. നമ്മളിലോട്ട് നോക്ക്, അടഞ്ഞിട്ടല്ല കേട്ടോ കോവലുള്ളത്, എന്നാലും ഗ്യാപ്പ് ഉണ്ട്, വെളിച്ചം തട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിലാണ് നമ്മൾ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊക്കെ മുന്നേ വീഡിയോ കാണിച്ചാണ്. നമ്മളിതാ ബട്ടർ ബീൻസും കുറ്റി ബീൻസ് തന്നെയാണ്. ബട്ടർ ബീൻസും ഉണ്ട്, അതുപോലെ നമ്മൾ സാധാ കുറ്റി ബീൻസ് രണ്ടും കൂടെ നട്ടിട്ട് സെറ്റ് ആക്കിയിട്ടില്ല. എന്നാൽ ഇലകൾക്കൊക്കെ കരുത്തണ്ടില്ല. ബട്ടർ ബീൻസ് ഒക്കെ ഇതാ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ അന്ന് എടുത്ത സമയത്തൊക്കെ ചെറിയ കായ് വരുന്നതാ, അപ്പൊ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ബട്ടർ ബീൻസ്. അപ്പം നല്ല സെറ്റായിട്ട് ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ ബട്ടർ ബീൻസും ഇവിടുന്ന് അങ്ങോട്ട് ഇതാ കുറ്റി ബീൻസ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പെടുത്ത് നോക്ക്. പിന്നെ നമ്മൾ ചെയ്തതാ വെണ്ട ഒക്കെ ചട്ടിയിലാട്ടോ, ചട്ടിയും ഗ്രോ ബാഗിലൊക്കെയാണ്. അപ്പോൾ ഇതാ വെണ്ട ആയി വരുന്നേ ഉള്ളൂ. നല്ല ചെടീൻ്റെ ഒക്കെ ഒരു കരുത്തുണ്ട്. നല്ല മറ്റേത് നമ്മൾ 2 നേരമൊക്കെ നനച്ചു കൊടുക്കണം, എന്നാൽ തന്നെ ചെടിക്ക് ഇങ്ങോട്ട് ഒരു കരുത്ത് കിട്ടില്ല വെയിലായതുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കണ്ടോ വെണ്ടയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ പുഴുക്കേട് കൂടുതലാട്ടോ. ചൂടത്ത് നമുക്ക് രോഗങ്ങൾ നല്ല കൂടുതലാണ്. നനച്ചു കൊടുത്തിട്ടൊക്കെ അതിലൊക്കെ പുഴുവിന്റെ ശല്യം ഉണ്ടായിട്ട് ഇപ്പൊ കുറെ പുഴുവിനൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. പുഴു നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇലകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ പുഴു ഉണ്ടാവും. ഇവരൊക്കെ നമുക്ക് എടുത്ത് കളയുക, ചെറിയൊരു പുഴുവാണ്. അത് എടുത്തു കളഞ്ഞാൽ തന്നെ ഒരു ഇതൊക്കെ മാറ്റാം. ഇപ്പൊ കണ്ടോ വെണ്ട നല്ല സെറ്റായിട്ട്. പിന്നെ ഇങ്ങോട്ട് ചീര, ഇതൊക്കെ നമ്മൾ ബ്രൊക്കോളി നട്ട ചട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചീര വിത്ത് ഇങ്ങനെ വെറുതെ വീണിട്ട് പടുമുളയായിട്ടുണ്ടായ ചീരയാണ്. പച്ചച്ചീര ഉണ്ട്, അതുപോലെ തന്നെ ഇത് ചോപ്പ് ചീര. ഇങ്ങോട്ട് തണലത്ത് കുറച്ച് ഒരു മങ്ങൽ വന്നിട്ടുണ്ട് അല്ലേ, അത്ര ചോപ്പില്ല. ഇത് പച്ചയുടെ തന്നെ നമ്മൾ ചെയ്യുന്ന ചോപ്പാട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്ലറി ഡയറന്റ് സ്റ്റോക്കാണ്. കരുത്ത് കിട്ടാനായിട്ട് ചീരക്കൊക്കെ നമ്മളിതാ ഇടയ്ക്ക് ഇതുപോലെ സ്ലറി വയ്ക്കുന്നതുകൊണ്ട് ഗുണം ഇട്ടിട്ടുണ്ട്, നനയ്ക്കലും കൂടെ കഴിയും. ഇത് ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലുള്ള ചീര നമ്മൾ ഇതുവരെ മുറിച്ചിട്ടില്ല. അപ്പൊ നാളെ നമ്മൾ ചീര മുറിക്കുന്നുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇത് ആയതാ, ഇതൊക്കെ വലുതായതാ, ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഇനി ഇതാ അടുത്തത് ഇവിടെ ഉണ്ടോ ഒരു ഉള്ളി. ഇതും നട്ടു കൊടുത്താണ്. ഉള്ളി എല്ലാം സെറ്റായിട്ട് ആയെന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനെ പരീക്ഷണത്തിന് നട്ടു നോക്കിയത് ഉള്ളി. പിന്നെ നമ്മളെ കെയിലൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ കുറച്ച് തണുപ്പത്ത് ഇവിടെ വെച്ചപ്പോഴായിട്ട് ഒന്ന് ക്ലിയർ ആയത്. അപ്പൊ പുതിയത് ഇങ്ങനെ ഇല ഉണ്ടാവുന്നുണ്ട്. എന്നാലും ചൂട് കൂടിയാലൊന്നും കെയിൽ അത്ര ക്ലിയർ ആവില്ല. ഇവിടെ നമ്മൾ കുറച്ച് തണുപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോഴും എന്താ ഇഷ്ടംപോലെ ഇലകൾ വരുന്നുണ്ട്. കെയിലിനൊക്കെ നമ്മൾ സ്ലറി അടിച്ചു കൊടുത്താലേ, ഇനി അടിച്ചു കൊടുക്കലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ എപ്പോഴും പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ അടിച്ചു കൊടുക്കുക. തോട്ടത്തിലൊക്കെ നമ്മൾ പമ്പ് ചെയ്യുക. ഇവിടെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. കെയിലിന്റെ ചില ഇലകളൊക്കെ മഞ്ഞളിപ്പ് വരും, അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ഒഴിവാക്കി കൊടുക്കണം. 2 കെയിലും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തണുപ്പാ, ഇവിടെ കുറച്ചും കൂടെ നമുക്ക് തണുപ്പ് കയറി വരും കേട്ടോ. നമ്മൾ അവിടെ കുറച്ച് ഷെയ്ഡ് കുറവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഷെയ്ഡ് ആയി വരുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ചമുളക് ശേഷം വിളവെടുപ്പ് കഴിയാനായിട്ടോ. നല്ല ഇലമുരടിപ്പ് വന്നിട്ടോ. ഇലമുരടിപ്പ് ആ ചുരുളിച്ച ലാസ്റ്റ് നമ്മൾ വേപ്പിംഗ് കഷായം ഇങ്ങനെ അടുപ്പിച്ച് ആഴ്ചയിൽ ഇടവിട്ട് അടിച്ചു കൊടുത്തപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയി. ഇപ്പൊ കാഴ്ചിട്ട് കുറെ കായ്കളൊക്കെ കിട്ടി. എന്നാലും തുടക്കത്തിൽ വന്നുപോയി. നമ്മളാ വീട് പണി സമയത്തൊക്കെ വെച്ച തയ്യായിരുന്നു. അപ്പം സമയം കിട്ടിയില്ല, തുടക്കത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കായ്ച്ചു. ഇത് എവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ട പച്ചമുളക് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ കറ്റാർവാഴ, ഇത് നമ്മൾ വീഡിയോ ചെയ്താണ്. കറ്റാർവാഴ നമ്മൾ ഒക്കെ പിരിച്ചു നടുന്നത്. ഇപ്പൊ കണ്ടോ ആദ്യമൊക്കെ ഒരു ചെറിയൊരു മഞ്ഞളിപ്പ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ തണുപ്പത്ത് വെച്ചപ്പം ആ മഞ്ഞളിപ്പൊക്കെ പോയി. മഞ്ഞളിപ്പല്ല, അതുപോലെ ഒരു വാടിയ പോലെ. അധികം ചൂട് വരുമ്പോൾ കറ്റാർവാഴ സംഭവിക്കുന്ന മാറി ഇതൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇതിൽ അങ്ങനെ അങ്ങോട്ട് കറ്റാർവാഴ ആണ് ഒക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ടോ ഒക്കെ വാടിപ്പോയിട്ട് നമ്മൾ നട്ടപ്പോൾ ഒരു ഇതുണ്ട്, അതൊക്കെ റെഡിയായി വരും. കറ്റാർവാഴയ്ക്ക് ഇനി ഇവിടെ വെച്ചാൽ എന്തായാലും കുറച്ച് അത്യാവശ്യം തണുപ്പും വെളിച്ചം കിട്ടുന്നതുകൊണ്ട് നല്ല റെഡിയായി കിട്ടും. പിന്നെ നമ്മളെ കൂവ, നമ്മളെ വെള്ളക്കൂവ ചാക്കിൽ നട്ടിട്ട് ഇവിടെ വെക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തു. ഇപ്പൊ കണ്ട കൂവൊക്കെ പിടിച്ചു കിട്ടി, നല്ല ഭംഗിയില്ല. ഇപ്പൊ കൂവ ആണ് നല്ല ഇളം പച്ചായിട്ട് നല്ല ഇല ഇങ്ങനെ വന്നിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ ഇതാ കിളിപ്പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ പച്ച ഇലയൊക്കെ സെറ്റ് ഇതൊക്കെ പിടിച്ചു കിട്ടിട്ടോ. ഇനി ഇതൊന്നും ഇതിന് നമുക്ക് കുറച്ച് ഷെയ്ഡ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ മുകളിലോട്ട് നോക്കിയാൽ കുറച്ചും കൂടെ ഒരു ഇല കൂടുതലാട്ടോ നമ്മളെ കോവലിന്. ഇവിടെ കണ്ടോ, ഇത് ഉമ്മാന്റെ ഒരു ഐഡിയ ആണ്. നമ്മൾ മുന്നേ കാണിച്ചിരുന്നു. സ്ട്രോബെറി ഒക്കെ നടാൻ വേണ്ടിയിട്ട് പഴയ ട്രോളിയിൽ മണ്ണ് നിറച്ചിട്ട് സെറ്റ് ആക്കിയതാണ്. അപ്പൊ ഇതിൽ നമ്മള് ബ്ലാത്താങ്കര ചീര ഇട്ടിരുന്നു കേട്ടോ. നല്ല റെഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഷെയ്ഡ് ഉള്ളവർക്ക് ഇപ്പൊ കണ്ടില്ലേ, ചീരയുടെ നിറം കുറച്ച് റെഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
കുറച്ച് വിത്ത് കിട്ടിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ പാവിയിട്ട് പറിച്ച് നടാന്നൊക്കെ വെച്ച് ഇവിടെ ഇട്ടാ. ഇതിൽ കിടന്ന് വലുതായി. ഇവിടെ കണ്ട പച്ചച്ചീരയൊക്കെ നമുക്ക് നല്ല കരുത്തിൽ. ഇതൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റായി കിട്ടിയത്. സ്ട്രോബെറി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ആയിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ പുതിയതൊക്കെ ആയിട്ട് റെഡി. 2 ചോട് സ്ട്രോബെറി കേട്ടോ. ഇതാ ഇല്ല പൂവൊക്കെ ഇട്ടുണ്ടല്ലോ സ്ട്രോബെറി. ഇതാ അപ്പോൾ ഇതും ഒരു അടിപൊളിയാണ്. ഇവിടെ ഒക്കെ ഉണ്ടോ മണിത്തക്കാളി. ഇന്ന് രാവിലെ ഉമ്മ കുറച്ച് ഇലകളിൽ നുള്ളിയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്കായിട്ട്. മണിത്തക്കാളി ഇതിലും കരുത്തുണ്ട് നമ്മുടെ പുറകിലൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ ഇതാ ഈ കോവലിൻ്റെ അടിയിലായതുകൊണ്ട് എന്നാലും നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ നുള്ളി എടുക്കുന്നതുകൊണ്ട് നുള്ളിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കായ് വരും. ഇതിൽ തക്കാളി ഉണ്ടല്ലോ, ചെറിയ മണിത്തക്കാളി കാണാതാ ഇതുപോലെ കായ്കൾ വരും. കോവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ കുറവാ. ഇതാക്കി നല്ല വിളവെടുപ്പ് കിട്ടി കഴിഞ്ഞ് വീണ്ടും പായ് വരുന്നുണ്ട്. വേണ്ടോ ചെറിയൊരു തോട്ടാക്കി നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്ത് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ പന്തൽ ചെയ്തുകൊണ്ടുള്ള ഗുണം കിട്ടിയത്, പന്തൽ ചെയ്തുകൊണ്ടല്ല, പന്തൽ കൃഷീൻ്റെ അടിയിൽ കൊണ്ട് വെച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കും. നല്ല പച്ചപ്പിൽ ഇന്ന് അത്യാവശ്യം വെളിച്ചവും കാര്യം കിട്ടുന്നുണ്ട്. ഒക്കെ നല്ല സെറ്റായി കിട്ടും. ഇതിന് മെയിനായിട്ടുള്ള ഗുണം ചെടികൾക്ക് ക്ഷീണവും കൊടുങ്ങില്ല. പിന്നെ 2 നേരമൊക്കെ നനയ്ക്കണം. നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വേനലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ 2 or 3 നേരം നനയ്ക്കണം. അപ്പം നല്ല ഉച്ചയ്ക്ക് നനയ്ക്കില്ല, എന്നാലും വൈകിട്ട് രാവിലെയൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം. ഒരു ദിവസം വൈകി പോയാൽ ചെടി പറ്റ വാടിപ്പോകും. അപ്പോൾ ചെടിയുടെ കരുത്ത് പോകും, വീണ്ടും നനയ്ക്കുമ്പോൾ കരുത്ത് വരും. അങ്ങനെയാണ്. അപ്പോൾ ഒരു കറക്റ്റായിട്ട് നമുക്ക് കായ്കളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല നമ്മൾ എത്ര ചെയ്തിട്ടും. ഈ മുറ്റത്ത് അങ്ങോട്ടൊക്കെ വെച്ചത് കളത്തിലൊക്കെ വെച്ചത് ഇതുപോലെ ഇപ്പോൾ ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് എല്ലായിടത്തും ഞങ്ങൾ ഇനി ഇതുപോലെ പന്തൽ സെറ്റ് ചെയ്തിട്ടാണ് വേനലിൽ ഇങ്ങനെ ചട്ടിയിലെ കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചുകൊണ്ട് എപ്പോഴും നല്ലൊരു പച്ചപ്പിൽ ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു പച്ചപ്പിൽ എല്ലാ ചെടികളും നിർത്താൻ കഴിയും. ആ സൈഡിൽ നമ്മൾ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. അത് നേരെ നമ്മളിനി ഈ പന്തലിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഓടയുടെ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് അങ്ങനെ പടർത്താൻ വെച്ചു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഈ ഒരു വേനലിൽ നല്ല ചൂടാണ്. ഇപ്പോൾ വയനാട്ടിലായിട്ട് പോലും ഇവിടെയും നല്ല ചൂടാണ്. ഇടയ്ക്കൊരു മഴ കിട്ടും, മഴ പെയ്യുമ്പോൾ പിറ്റേ ദിവസം ചൂട് കൂടുതലുമാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്യണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, അത് അടഞ്ഞ പന്തൽ പറ്റൂല, വല്ലാതെ ചോലയായി കഴിഞ്ഞാലും ഷെയ്ഡായി കഴിഞ്ഞാലൊക്കെ നമ്മുടെ പച്ചക്കറികളൊക്കെ കേടുവരും. ഇതുപോലെ ലൈറ്റായിട്ട് കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള പന്തലുകൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ പച്ചക്കറി ചട്ടിയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ